ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചാള മീൻ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നാളായില്ലേ മീനൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചാള കിട്ടി കേട്ടോ. നല്ല ചാളയായിരുന്നു. അതിൻ്റെ പരിഞ്ഞിലൊക്കെ മാറ്റി എന്നിട്ട് നമ്മൾ മീൻ പൊരിക്കാനും മീൻ കറിക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ മീൻ താണ്ടി നല്ല സെറ്റാക്കി മീൻ പൊരിക്കാനുള്ളത് മാറ്റി വെക്കുകയാണ് കേട്ടോ. മീൻ പൊരിക്കാനുള്ളത് മാറ്റി വെച്ച് പിന്നെ നമ്മൾ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി അത് നമ്മളിങ്ങനെ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ പുളിയാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ പുളിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വേണ്ട ഇവിടെ ആർക്കും. അപ്പം ഇങ്ങനെ പുളി സെറ്റാക്കി അതിൻ്റെ അകത്ത് ഉലുവയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മീൻ പൊരിക്കാനുള്ളത് പുരട്ടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പരിഞ്ഞിൽ സെറ്റാക്കി വെച്ചു. മക്കൾ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാമല്ലോ. പിന്നെ തിള പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, മീൻകറി നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ മീൻ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയ മീൻ പറക്കി ഇടണം കേട്ടോ. നല്ല കണക്ക് അത് പറക്കി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അത് അടച്ചു വെച്ചു. പിന്നീട് മീൻകറിയും തിളയ്ക്കുന്നുണ്ട്, മീൻ പൊരിക്കാനും വെച്ചു. അത് സെറ്റായി. പിന്നെ നമ്മുടെ വിഭവസമൃദ്ധമായ ഊണായി കേട്ടോ. അപ്പോൾ ചോറുണ്ട്, നാരങ്ങ അച്ചാറ്, ചീനി, മുട്ടക്കോസും ക്യാരറ്റും തോരൻ, ചമ്മന്തി, മീൻ പൊരിച്ചത്, ഇച്ചിരി സവാള വേണം എല്ലാത്തിൻ്റെയും കൂടെ. എന്നിട്ട് നമ്മൾ മീൻകറി എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. അതിന് ശേഷം നമ്മുടെ എല്ലാ കറികളും ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ മീൻ കറി എടുത്ത് അങ്ങോട്ട് ആദ്യം ഒന്ന് പുരട്ടി ചീനി എടുത്ത് കേട്ടോ. ചീനി എടുത്ത് പിന്നെ അതുപോലെ തന്നെ തോരനും എടുത്ത് പിന്നെ ഇച്ചിരി ചമ്മന്തി, കുറച്ച് ചമ്മന്തിയും കൂടി എടുത്ത് പിന്നെ നമ്മുടെ മീൻ പൊരിച്ചത് മറന്നുപോയി, അച്ചാറും എടുത്ത്. അതിന് ശേഷമാണ് കേട്ടോ മീൻ പൊരിച്ചതിൻ്റെ കാര്യം ആലോചിച്ചത്. അങ്ങനെ മീനും കൂടി എടുത്ത് കേട്ടോ. പൊരിച്ച മീൻ ഒരെണ്ണം എടുത്തതിന് ശേഷം അതും അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിച്ചു ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ.